ബോട്ടിന്റെ ഒരു 1000 രൂപ താഴെ മേടിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇയർബഡാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇത് ബോട്ട് എന്ന ബ്രാൻഡിന്റെ എയർപോഡ് 219 എന്ന് പറയുന്ന മോഡലാട്ടോ. അപ്പൊ ഇതാണ് ആ ഒരു ബോട്ടിന്റെ ഒരു പാക്കേജ് വരുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫീച്ചറും കാര്യങ്ങളുമാണ് ഈ ഒരു കവറിനകത്ത് ഇവര് എഴുതി മാർക്കറ്റ് ചെയ്യുന്നത് കേട്ടോ. 13mm ഡ്രൈവറാണ് ഇതിനകത്ത് വരുന്നത്. IWP ടെക്നോളജി ഇൻസ്റ്റന്റ് ആയിട്ട് പെയർ ചെയ്യുന്ന ഒരു ടെക്നോളജി ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ IPX4ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. ചുറ്റും ചെറുതായിട്ടുള്ള ഒരു റെയിനും ഒക്കെ വന്നു കഴിഞ്ഞാലൊന്നും ഇതിന് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ അഡ്വാൻസ്ഡ് ബ്ലൂടൂത്തിന്റെ 5.4 ആണ് വേർഷൻ വരുന്നത്. 10 മിനിറ്റ് നമുക്ക് ഇത് ചാർജ് ചെയ്ത് കഴിയുവാണെങ്കിൽ നമുക്ക് ഇത് 120 മിനിറ്റ് നമുക്ക് ഈ എയർപോഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന്റെ മാക്സിമം ഇതിന്റെ ഒരു പ്ലേ ബാക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 അവർ ആട്ടോ. അതായത് ഇയർബഡ് പ്ലസ് കേസ് എല്ലാം കൂടെ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ 40 അവർ നമുക്ക് പ്ലേ ബാക്ക് ടൈം കിട്ടും. ഇതാണ് ഇയർബഡ്. ഇതാണ് അതിനകത്ത് വരുന്ന ബാക്കി ആക്സസറീസ് കുറച്ച് സാധനമുണ്ട്. എന്താ നോക്കാം. തോന്നുന്ന അതിന്റെ കേബിൾ ആയിരിക്കും. പൊടിഞ്ഞ് വെക്കുന്ന 2 പെയർ ഓഫ് ഇയർ ടിപ്പുകളുണ്ട് കേട്ടോ. പിന്നെ ഒരു സി ടൈപ്പ് ചാർജ് കേബിളും കൂടെ ഉണ്ട്. ഇതാണ് ആക്സസറി ആയിട്ട് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു കാർഡ്, മാനുവല്, പിന്നെ ബോട്ടിന്റെ കുറച്ച് സ്റ്റിക്കർ വരുന്നുണ്ട് ബോട്ടിന്റെ. ഇതൊക്കെ നമുക്ക് മാറ്റാം. ഇതാണ് ഇയർബഡ് വരുന്നത് കേട്ടോ. ഇതിപ്പോ നമ്മൾ എടുത്തേക്കുന്ന ഐവറി മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കളറാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റി ആട്ടോ തന്നെ. തുറക്കുമ്പോൾ സൗണ്ട് ഒക്കെ ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1000 താഴെ മേടിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇയർബഡ് ആട്ടോ. 999 ആണ്. 1000-ന് 1 രൂപ കുറവാട്ടോ. അപ്പൊ ഇത് മേടിക്കണമെങ്കിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം മേടിച്ചോട്ടോ. ഈ ഒരു ഇയർബഡ് നമുക്ക് 3 കളറിൽ അവൈലബിൾ ആണ്. ഐവറി മിസ്റ്റ്, കാർബൺ ബ്ലാക്ക്, ഫോറസ്റ്റ് സേജ് എന്ന 3 കളറിൽ നമുക്ക് ഇത് മേടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. പ്ലേ ബാക്ക് ടൈം എന്ന് പറഞ്ഞാൽ മാക്സിമം 40 അവർ ആണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഡീസന്റ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. പിന്നെ ബോട്ടിന്റെ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബോട്ടിന്റെ ഒരു സിഗ്നേച്ചർ സൗണ്ടും, പിന്നെ ഇതിനകത്ത് തന്നെ വേറെ നമുക്ക് മോഡിലേക്ക് ഇടാം. ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ മോഡുണ്ട്. ആ മോഡൊക്കെ ആയിട്ട് നമുക്ക് 2 രീതിയിൽ നമുക്ക് സൗണ്ട് ആസ്വദിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇത് ക്വാഡ് മൈക്ക് ടെക്നോളജി ആട്ടോ. വിത്ത് ENC ടെക്നോളജി ആണ് യൂസ് ചെയ്തേക്കുന്നത്. ANC കാര്യങ്ങളൊന്നുമില്ല. ENC ആണ്, എൻവയോൺമെന്റ് നോയിസ് ക്യാൻസലേഷൻ ആട്ടോ ഈ ഒരു ഇയർബഡിനകത്ത് ഇവർ കൊടുത്തേക്കുന്നത്. വിത്ത് ക്വാഡ് മൈക്ക് ടെക്നോളജി കേട്ടോ. നോയിസും ഒന്നും ഇല്ലാതെ നമുക്ക് ഇത് കോളിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാന്നാണ് ഇവര് പറയുന്നത്. ഒരു ആഴ്ച ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. ഈ സാധനം അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ഒരു കാര്യം, ഇത് വേഗം തന്നെ പെയർ ആവുന്നുണ്ടോ. നമ്മൾ ഇയർബഡ് കേസ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇത് പേഡ് ഒന്ന് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ വേഗം തന്നെ ഇത് കണക്ഷൻ ആവുന്നുണ്ട്. 13mm ഡ്രൈവറാണ് കൊടുത്തേക്കുന്നത്. 45 ms ലോ ലാറ്റൻസി ആണ് ഇത് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ ആണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ഒരു ഡിലേയും കാര്യങ്ങളൊന്നും വരത്തില്ല. അതുപോലെ തന്നെ ഗെയിം കളിക്കുന്നവർക്ക് വേണമെങ്കിൽ ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് നമുക്ക് ഇതിനകത്ത് ആക്ടിവേറ്റ് ആക്കി ഇടാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് നമ്മൾ സാധാരണ നമ്മൾ ഇയർബഡിൽ ഉള്ള പോലെ തന്നെ ടച്ച് കൺട്രോളുകളെല്ലാം നമുക്ക് ആപ്പ് വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ടും സാധിക്കും. സബ് ചാർജ് എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. 10 മിനിറ്റ് നമുക്ക് ചാർജ് ചെയ്യുവാണെങ്കിൽ 120 മിനിറ്റ്സ് നമുക്കിത് പ്ലേ ബാക്ക് ടൈം നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ താഴെ അത്യാവശ്യം ഒരു സൗണ്ട് ക്വാളിറ്റിയിലും ബിൽഡ് ക്വാളിറ്റിയിലും ഒക്കെ മേടിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഇയർബഡ് ആണ് ബോട്ടിന്റെ എയർപോഡ് 219 എന്ന് പറഞ്ഞ ഈ മോഡൽ കേട്ടോ. നമുക്കിത് ചെവിയിലൊന്ന് വെച്ച് നോക്കാം ഇത് എങ്ങനെയുണ്ട് ഇതിന്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം വലിയ വലിപ്പമൊന്നുമില്ല, വെയിറ്റ്ലെസ് ആണ്. ഇതിന് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. ഷേക്ക് ചെയ്ത് നോക്കട്ടോ. അത്യാവശ്യം ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്റെ ചെവിയിൽ കേട്ടോ. അത്ര വലിയ പ്രശ്നമില്ല. ഇത് ചെവി വെച്ചിട്ട് ഫുള്ള് ചെവിയുടെ ഉള്ളിലേക്ക് കയറി പോയി ഇരിക്കുന്നില്ല കേട്ടോ. ഇത് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിരിക്കുന്നുണ്ട്. എന്റെ ഒരു ചെവിയുടെ ഇത് വെച്ചിട്ട് ഇത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാനൊന്ന് തല ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാലോ ഒന്നും ചാടിയൊന്നും പോണില്ല കേട്ടോ. ഫിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. കുഴപ്പമില്ല, നൈസല്ലേ. ഇതിപ്പോ പെയർ ആയിട്ടില്ല. പെയർ ആകാത്തോണ്ടാണ് ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നത് കേട്ടോ. കേസ് നൈസ് കേസ് ആട്ടോ. കേസിന്റെ ഡിസൈനൊക്കെ ഒരു നൈസ്, ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡിസൈനും ഇവിടെ ആണെങ്കിൽ കണ്ടോ. ഇങ്ങനെ തുറന്നിട്ടാണ് കുലിക്കുക പോലും താഴെ ചാടത്തില്ല കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കുലിക്കാലും താഴത്തേക്ക് വരത്തില്ല. നല്ലൊരു ഫിറ്റിംഗ് ആയിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത്. ഇതൊക്കെ ഒരു വെറൈറ്റി ഒരു ഡിസൈനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിക്കാനായിരിക്കും ഇങ്ങനെ. അപ്പൊ നമ്മൾ ഈ ഒരു ഇയർബഡ് മേടിച്ചപ്പോൾ ജസ്റ്റ് അൺബോക്സിങ്ങും ഇതിന്റെ ഫസ്റ്റ് ഇംപ്രഷനും ഒക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്താണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി കേട്ടോ.